പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, അബ്ബാ ന്യൂസിന് വേണ്ടി ഇങ്ങനെ ഒരു സന്ദേശം റെക്കോർഡ് ചെയ്യണമെന്ന് പ്രിയപ്പെട്ട സാം എന്നോട് ഏതാണ്ട് ഒരു മാസം മുമ്പ് ആവശ്യപ്പെട്ടതാണ്. സാഹചര്യം ഇപ്പോഴാണ് അതിന് അനുകൂലമായി ലഭിച്ചത്. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ നാളുകളിൽ ഇങ്ങനെ സന്ദേശങ്ങൾ വിശ്വാസികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അബ്ബാ ന്യൂസിൻ്റെ ചുമതലക്കാർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും അതോട് ചേർന്ന് ക്രമീകരണം ചെയ്യുന്ന എല്ലാ വൈദികരെയും ആത്മീക ശുശ്രൂഷകരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഇപ്രകാരം നിങ്ങളോടുകൂടി ആയിരിക്കാൻ എനിക്ക് ഭാഗ്യം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചുരുങ്ങിയ സമയം നിങ്ങളോടുകൂടെ ദൈവവചനത്തിൽ നിന്ന് ആലോചന കഴിപ്പാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. മനുഷ്യൻ, നമ്മളൊക്കെ മനുഷ്യരാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ, നമുക്കറിയാം. സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. എത്രത്തോളം പ്രാധാന്യമുള്ളതും എത്രത്തോളം ശ്രേഷ്ഠതയേറിയതുമായ മറ്റൊരു സൃഷ്ടി ദൈവം നടത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിൻ്റെ പൂർണ്ണതയായി സൃഷ്ടിപ്പിൻ്റെ 6-ാം നാളിൽ ഏറ്റവും ഒടുവിൽ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ സൃഷ്ടിപ്പ് മുതൽ മനുഷ്യനൊരു വിശേഷപ്പെട്ട വ്യക്തിത്വമാണ് ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. ലോകത്തുള്ള മറ്റൊരു സൃഷ്ടിക്കും അവകാശപ്പെടാനാകാത്ത അതിശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വം. ഒരുപക്ഷെ മനുഷ്യനെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ മൃഗജാലങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. ആധുനിക ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ മൃഗൻ രൂപാന്തരപ്പെട്ട് വന്ന ഒരു പ്രത്യേക മൃഗമാണ് എന്നൊക്കെയാണ്. പക്ഷെ മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ മനുഷ്യൻ പരിവർത്തനപ്പെട്ട് മറ്റൊരു ജീവിയായി മാറിയതായിട്ട് ഒരിടത്തും ഒരു തെളിവുമില്ല. ചരിത്രം എഴുതപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ ഏതെങ്കിലും മൃഗൻ രൂപാന്തരപ്പെട്ട് മനുഷ്യനായി എന്നതിനും ഒരു ചരിത്രമില്ല. പക്ഷെ അങ്ങനെയൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെ രൂപാന്തരപ്പെട്ടുണ്ടായ മൃഗജാലങ്ങളിൽപ്പെട്ട ഒരു മൃഗമൊന്നുമല്ല. മനുഷ്യൻ വാസ്തവമായിട്ടും വളരെ വിശേഷപ്പെട്ട ഒരു സൃഷ്ടി തന്നെയാണ്. മനുഷ്യൻ മൃഗമല്ല, മനുഷ്യൻ ദൈവത്തിൻ്റെ വിശേഷപ്പെട്ട സൃഷ്ടിയാണ്. ഈ സൃഷ്ടിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത് ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കും ദൈവത്തിൻ്റെ സ്വരൂപമോ ദൈവത്തിൻ്റെ സാദൃശ്യമോ നൽകപ്പെട്ടിട്ടില്ല. അത് നൽകപ്പെട്ട ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ്. മറ്റ് സൃഷ്ടികളെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഒരു മാനദണ്ഡത്തിലല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. മറ്റ് ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോഴെല്ലാം ദൈവം ഉളവാകട്ടെ എന്ന വാക്ക് കൽപ്പന ഉപയോഗിച്ചാണ് അവയെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ച വേളയിൽ ദൈവം അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല, മറിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഇനി മറ്റ് സൃഷ്ടികൾ നടത്തുന്നതിന് മുൻപ് ദൈവം ഒരു കൂടിയാലോചന നടത്തിയതായി വേദപുസ്തകത്തിൽ തെളിവില്ല. പക്ഷെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം വ്യക്തമായ ഒരു കൂടിയാലോചന നടത്തിയതായി വേദപുസ്തകത്തിൽ തെളിവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-27 തിരുവചനങ്ങൾ നാം ശ്രദ്ധിച്ച് വായിച്ചാൽ ദൈവം ഒരു കൂടിയാലോചന നടത്തുന്നതായി നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞു. അതൊരു കൂടിയാലോചനയാണ്. ത്രിയേക ദൈവത്തിന്റെ കൂടിയാലോചനയിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനുള്ളതായ പദ്ധതി രൂപം കൊണ്ടത്. കൂടിയാലോചന എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ തൃത്വാവസ്ഥയിലുള്ള ഐക്യപ്പെടലും അവിടെ നമ്മൾ വായിക്കുകയാണ്. വേദപുസ്തകത്തിൽ ആദ്യമായി പരിശുദ്ധ തൃത്വത്തെ വെളിപ്പെടുത്തുന്ന രംഗമാണ്. അങ്ങനെ ദൈവം ആലോചിച്ചത് എന്താണ്? നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തിന്റെ സ്വരൂപമാണ് മനുഷ്യൻ, ദൈവത്തിന്റെ സാദൃശ്യമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അത് മറ്റ് സൃഷ്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനൊരു മൃഗമല്ല, അത് ദൈവത്തിന്റെ സ്വരൂപമാണ്, ദൈവത്തിന്റെ സാദൃശ്യമാണ്. എന്താണ് ദൈവ സാദൃശ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ന് അനേകം ആളുകൾക്ക് അതേക്കുറിച്ച് പരിജ്ഞാനമില്ല, അന്വേഷിച്ചിട്ടുമില്ല. എന്താണ് ഈ ദൈവ സാദൃശ്യം? ദൈവസാദൃശ്യം എന്താണെന്ന് നാം വിലയിരുത്തുവാനും പഠിക്കുവാനും ശ്രമിച്ചാൽ അത് വളരെ ഗഹനമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 4 വിധത്തിൽ
ദൈവ സാദൃശ്യം മനുഷ്യന്റെ മേലുണ്ട് എന്നാണ് ആത്മീക ചിന്തകന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. 4 വിധത്തിൽ ആ ദൈവ സാദൃശ്യം നമുക്ക് ബോധ്യപ്പെടാവുന്നതാണ്. ഒന്നാമത്, ദൈവത്തിന്റെ ധാർമ്മിക സാദൃശ്യം അതുപോലെ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ ധാർമ്മിക സാദൃശ്യം എന്ന് പറയുമ്പോൾ എന്താണത്? ദൈവം നീതിയും വിശുദ്ധിയുമുള്ളവനാണ്. ദൈവത്തിന്റെ ധാർമ്മികത, ദൈവം നീതിമാനാണ്, ദൈവം വിശുദ്ധനാണ്, അത് നിത്യനീതിമാനാണ്, നിത്യവിശുദ്ധനാണ് എന്നുള്ളതാണ്. ഈ നീതിമാനും വിശുദ്ധനുമായ ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയുമാകുന്ന ധാർമ്മിക മൂല്യങ്ങൾ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലേക്ക് പകർന്നു ദൈവം. അങ്ങനെയാണ് ദൈവ സാദൃശ്യം മനുഷ്യന് ലഭിച്ച് മനുഷ്യൻ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരും ആ സാദൃശ്യത്തിൽ നിലനിൽക്കുന്നവരുമാണെങ്കിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ അതേപോലെ നമ്മളിൽ ഉണ്ടാകണം. നാം നീതിയുള്ളവരും വിശുദ്ധിയുള്ളവരുമായി ദൈവസന്നിധിയിൽ കളങ്കപ്പെടാതെ നിൽക്കുമ്പോഴാണ് നാം ദൈവ സാദൃശ്യമുള്ളവരാണ് എന്ന് അടയാളപ്പെടുത്തുന്നത്. നിർഭാഗ്യവശാൽ ലോകത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും നീതിബോധം പടയപ്പെടുത്തിയവരും വിശുദ്ധിയിൽ നിന്ന് തെറ്റി കളങ്കപ്പെട്ടവരുമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് നന്നായി പരിശോധിക്കാൻ പറ്റിയ ഒരു സമയമാണിത്. പ്രത്യേകിച്ച് ലോകം മുഴുവൻ ലോക്ക്ഡൌണിലും കൊറോണയുടെ ഭയത്തിലും ഭീതിയിലും ഒക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് സ്വയത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും സ്വന്തം നിലയും വിലയും ഒന്ന് അളന്ന് തിട്ടപ്പെടുത്താനും താൻ ആയിരിക്കേണ്ട അവസ്ഥയിലാണോ ആയിരിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കുവാനും ഒക്കെ പറ്റിയ ഒരു നല്ല സന്ദർഭമാണ്. നമ്മളിൽ എത്രത്തോളം ദൈവത്തിന്റെ ധാർമ്മിക സാദൃശ്യമുണ്ട്? അതിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കണം. അതിന് ഏറ്റവും പറ്റിയ ഒരു സന്ദർഭമാണിത്. നാം ഇപ്പോഴും ദൈവ സാദൃശ്യത്തിലാണ് ആയിരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് ക്രമപ്പെടുത്തണം. എഫേസ്യലേഖനം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്ത ദൈവം അവനെ വീണ്ടും അവൻ നഷ്ടപ്പെട്ടു പോയ സാദൃശ്യത്തിൽ അവനെ പുനഃസ്ഥാപിക്കുന്നതായിട്ട് അപ്പോസ്തലനായ പൗലോസ് സാക്ഷിക്കുന്നുണ്ട്. നാം വീണ്ടും നമ്മുടെ ധാർമ്മിക സാദൃശ്യം പ്രാപിക്കുകയാണ് ദൈവത്തിൽ നിന്ന്. മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അവന് ധാർമ്മിക സാദൃശ്യം അവന് നഷ്ടപ്പെട്ടു ദൈവത്തിന്റെ. എന്ന് വെച്ചാൽ അവൻ അധാർമിക പ്രവൃത്തിക്ക് അടിമയായി, ധാർമ്മിക മൂല്യങ്ങൾ അവനിൽ നിന്ന് ചോർന്നുപോയി. അവൻ നീതിബോധം നഷ്ടപ്പെട്ട് അനീതി ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും പറയുന്നവനുമായി മാറി. അശുദ്ധിയുടെ ആഴങ്ങളിൽ നീതി തുടിക്കുന്നവനും തിന്മയുടെ ആഴങ്ങളിൽ രമിക്കുന്നവനുമായി മനുഷ്യൻ മാറി. ആ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധനായ ദൈവം തന്റെ കൃപയാൽ, തന്റെ ക്രൂശിലെ യാഗത്താൽ മനുഷ്യനെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ചതിനാൽ മനുഷ്യൻ ഈ ധാർമ്മിക സാദൃശ്യത്തിലേക്ക്, അത് പുനഃസ്ഥാപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വീണ്ടും ദൈവകൃപയാൽ ചേർക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവിക സന്നിധിയിൽ നാം ധാർമ്മിക വിശുദ്ധി സൂക്ഷിക്കുന്ന, ധാർമ്മികമായ സാദൃശ്യം സൂക്ഷിക്കുന്ന വ്യക്തികളായി നിലനിൽക്കണം. വീണ്ടും രണ്ടാമത്, ദൈവ സാദൃശ്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ സാദൃശ്യമാണ് മനുഷ്യനെങ്കിൽ ദൈവത്തിനുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാൻ കഴിവുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് ദൈവം. അതാണ് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സാദൃശ്യം. ദൈവം സ്നേഹമാണ്. വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെ വാക്യമുണ്ട്, ദൈവം സ്നേഹമാകുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും അടിവരയിട്ട് പറയുകയാണ് ദൈവം സ്നേഹമാണ്. സ്നേഹമാകുന്ന ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ സ്നേഹിക്കാൻ കഴിവുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. സ്നേഹമെന്ന പരമമായ മൂല്യം ദൈവ സാദൃശ്യമായി നമ്മിൽ വന്ന് ഭവിച്ചതാണ്. ഈ മൂല്യം ഒരാളിൽ അതേ അളവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവ സാദൃശ്യത്തിലാണ് നിൽക്കുന്നത്. മറിച്ച് സ്നേഹമെന്ന പരമമായ മൂല്യം ഒരു മനുഷ്യന് കൈമോശം വന്നെങ്കിൽ, സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയായി ആ വ്യക്തി മാറിയെങ്കിൽ, വാസ്തവമായിട്ടും ആ വ്യക്തിക്ക് ദൈവ സാദൃശ്യം ആ വ്യക്തിയിൽ വികലമായി പോയി എന്നോ അതൊരു പക്ഷേ നഷ്ടപ്പെട്ടു എന്നോ വിലയിരുത്തേണ്ടി വരും.
അത് സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം സ്നേഹമാണ് എന്നതാണ് അടിസ്ഥാനപരമായ ബോധ്യം നമ്മിൽ ആയിത്തീരേണ്ടത്. പഴയ നിയമം പഠിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം ക്രൂരനാണെന്നൊക്കെ തോന്നാം. ശിക്ഷിക്കുന്ന ദൈവം, കൈവിട്ട് കളയുന്ന ദൈവം, ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുക്കുന്ന ദൈവം, പ്രതികാരം ചെയ്യുന്ന ദൈവം എന്നൊക്കെ ദൈവത്തെ പഴയ നിയമം അവതരിപ്പിക്കുന്ന നിലയിൽ നാം വായിച്ചെടുക്കാറുണ്ട്. അങ്ങനെ തന്നെ പലപ്പോഴും പ്രഘോഷിക്കാറുമുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഒരുപക്ഷെ നമ്മൾ ആ വേദഭാഗം മനസ്സിലാക്കുന്നതിൻ്റെയും വ്യാഖ്യാനിക്കുന്നതിൻ്റെയും തകരാറാണ്. ദൈവത്തെ ഒരു മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി ചിത്രീകരിക്കുന്ന ഒരു ശൈലി യഹൂദ മതത്തിൻ്റെയും മറ്റ് പല മതങ്ങളുടെയും ശൈലിയാണ്. പക്ഷെ അത് ക്രിസ്തീയ ശൈലിയല്ല. ഭയപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഒരിക്കലും ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. ദൈവം ശിക്ഷിക്കുന്നവനല്ല, ദൈവം രക്ഷിക്കുന്നവനാണ്. ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യന് 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. 10 കൽപ്പനകളെ നൽകിയിട്ടുള്ളൂ, കൂടുതലൊന്നും നൽകിയിട്ടില്ല, അത് കുറഞ്ഞിട്ടുമില്ല. ഈ 10 കൽപ്പനകളുടെ രത്ന ചുരുക്കം സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠമാണ്. പക്ഷെ പലരും ഇപ്പോഴും 10 കൽപ്പനകളുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഗ്രഹിച്ചിട്ടില്ല. 10 കൽപ്പനകളുടെ ആകത്തുക സ്നേഹമാണ് ദൈവമെന്നും, ദൈവത്തെ സ്നേഹിക്കുന്നവരാകണമെന്നും, പരസ്പരം സ്നേഹിക്കുന്നവരാകണമെന്നുമാണ്. ഈ 10 കൽപ്പനകളെ 2 കൽപ്പനകളായി കർത്താവ് യേശു മിശിഹ ചുരുക്കിയിട്ടുണ്ട്. അത് പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്കറിയാം. ഏറ്റവും പരമവും പ്രധാനവുമായ കൽപ്പന ഏതാണ് എന്ന ചോദ്യത്തിന് ആ യഹൂദന്മാർ തന്നെ കൊടുക്കുന്ന മറുപടിയാണല്ലോ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നീ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ നീ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവനും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? ഈ 10 കൽപ്പനകളുടെ ആകത്തുകയാണ് ഈ 2 കൽപ്പന. ആ 2 കൽപ്പനകളുടെയും ആകത്തുക സ്നേഹം, സ്നേഹം എന്നുള്ളത് മാത്രമാണ്. ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് വെച്ചാൽ 10 കൽപ്പനകൾ 2 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ആദ്യത്തെ ഗ്രൂപ്പിൽ 4ഉം രണ്ടാമത്തെ ഗ്രൂപ്പിൽ 6ഉം കൽപ്പനകൾ ഉൾപ്പെടും. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്ന 4 കൽപ്പനകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നവയാണ്. ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്, ഞാൻ ഒഴികെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, നീ വിഗ്രഹമായ അതൊന്നും ഉണ്ടാക്കരുത്, വന്ദിക്കരുത്, ആരാധിക്കരുത്, നിന്റെ ദൈവമായ കർത്താവിന്റെ ശാബത്ത് ദിവസത്തെ വിശുദ്ധമായി ആചരിച്ചു കൊള്ളണം, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വ്യാജമായി ആണയിടരുത്. ഈ 4 കൽപ്പനകൾ ദൈവത്തോടുള്ള മനുഷ്യന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. ദൈവം ആവശ്യപ്പെടുന്ന അതാണ്. നിനക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് നീ വെളിപ്പെടുത്തുക. ഈ 4 കൽപ്പനകളുടെ രത്ന ചുരുക്കം അതാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് 4 പ്രാവശ്യം പൂർണ്ണമെന്ന വാക്ക് ആവർത്തിച്ചുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. ദൈവത്തെ എല്ലാറ്റിലും അധികം സ്നേഹിക്കുക. ലോകത്തുള്ള മറ്റെന്തിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കപ്പെടുന്ന മറ്റൊന്നും ഒരാളുടെ ജീവിതത്തിലും ഉണ്ടാകരുത്. അവരാണ് ദൈവ സാദൃശ്യത്തിൽ ജീവിക്കുന്നവർ. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള സ്നേഹമാണ് ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ അധികം. സഭയുടെ ആരംഭകാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. വിശ്വാസവീരന്മാരായ വിശുദ്ധരുടെ ജീവിതം പഠിക്കുമ്പോൾ അവർ സ്വസ്നേഹികളായിരുന്നില്ല, ദൈവസ്നേഹികളായിരുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവിന് വേണ്ടി മരിക്കാൻ വരെ അവർ തയ്യാറായത്. അതുകൊണ്ടാണല്ലോ സഭയിൽ രക്തസാക്ഷികൾ, സഹോദരന്മാരുണ്ടായത്. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടാൻ തയ്യാറുള്ളവരാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കൈവശം ഇരിക്കുന്നത് നമുക്ക് നേടാവുന്നതായ വല്ലതും നമുക്ക് നഷ്ടപ്പെടുമെന്നൊരു അവസ്ഥ വന്നാൽ നാം കർത്താവിനെ ഉപേക്ഷിക്കുമോ അതോ നമ്മുടെ സാധ്യതകൾ ഉപേക്ഷിക്കുമോ? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം അളക്കുന്നത് ഇവിടെയാണ്. ദൈവത്തെ നാം പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുകയാണ്. ദൈവത്തിന് ഉപയോഗപ്പെടുന്നവരായി മാറുകയല്ല, ദൈവത്തെ ഉപയോഗിച്ച് നാം നമ്മുടെ കാര്യങ്ങൾ നേടുകയാണ്. ശരിക്കും സംഭവിക്കേണ്ടത് നാം ദൈവത്തിന് ഉപയോഗമുള്ളവരായി മാറുക, ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുക, ദൈവത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ളവരായി തീരുക. അപ്പോഴാണ് ദൈവസ്നേഹം വെളിപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിന് ജീവിതത്തിൽ 1ാം സ്ഥാനം കൊടുക്കുന്ന ഏത് വ്യക്തിയും ഈ 4 കൽപ്പനകളുടെ രത്ന ചുരുക്കമായ ആ പരമപ്രധാനമായ കൽപ്പന പാലിച്ച് ദൈവ സാദൃശ്യം നിലനിർത്തി സൂക്ഷിക്കുന്നവരാണ്. ഇനി 6 കൽപ്പനകൾ ഉൾപ്പെട്ട 2ാമത്തെ ഗ്രൂപ്പിൽ
ഈ 6 കൽപ്പനകളുടെ രത്നച്ചുരുക്കം എന്താണ്? അത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നവയാണ് ഈ 6 കൽപ്പനകൾ. നിനക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കാൻ നിന്റെ പിതാവിനെയും മാതാവിനെയും നീ ബഹുമാനിക്കണം. നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, കൂട്ടുകാരുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഈ 6 കൽപ്പനകളും ഒറ്റ വാക്കിൽ ചുരുക്കിയാൽ നിന്റെ അയൽക്കാരനെ, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ആരുടേതും ഒന്നും നീ സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. നിന്റെ കടമകൾ നീ മറക്കുകയുമരുത്. നീ മറ്റുള്ളവരോട് എത്രത്തോളം കരുതലുള്ളവനായിരിക്കും. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ നടപ്പിലാക്കുമ്പോൾ ആ വ്യക്തി ദൈവസാദൃശ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. മറിച്ച് ഒരാൾ സ്വാർത്ഥതയോടെ ജീവിക്കുകയും തൻ്റെ സ്വകാര്യ സുഖങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വേട്ടയാടുകയും ചെയ്താൽ ആ വ്യക്തിയിൽ ദൈവസാദൃശ്യമില്ല. പിന്നെ ഏത് സാദൃശ്യമാണോ ഉള്ളത് എന്ന് ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇന്ന് ചതിയും കുതികാൽ വെട്ടും അവസര നിഷേധവും തട്ടിപ്പറിക്കലുമൊക്കെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു കുലത്തൊഴിൽ പോലെയാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതിൽ ഹരം കണ്ടെത്തുന്ന ആളുകളാണ്. അത് ഇന്ന വിധത്തിലെന്നൊന്നുമില്ല. ശാരീരികമായി ഉപദ്രവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി വേട്ടയാടുന്നവരുണ്ട്, സോഷ്യൽ മീഡിയകളിലൂടെ വേട്ടയാടുകയും വെല്ലുവിളിക്കുകയും ചെയ്ത് ചിലരെ ഹിംസിക്കാൻ തക്കവണ്ണമുള്ള വൈരാഗ്യബോധത്തോടെ പെരുമാറുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ വലിയ ആത്മീയ ശ്രേഷ്ഠത അവകാശപ്പെടുന്ന ആളുകളുമുണ്ട് എന്നുള്ളത് കൂടെ ഓർക്കണം. മീഡിയകളിലൂടെ അനേകം പേരെ അവർ വേട്ടയാടി കശാപ്പ് ചെയ്യുമ്പോൾ അവർ നിഗൂഢമായി ചിരിക്കുന്ന പൈശാചിക സാദൃശ്യം വെളിപ്പെടുത്തുന്നവരാണ്. മറ്റൊരാൾക്ക് അപമാനം വരുത്തുന്ന വിധത്തിൽ ഇടയാകുന്ന ഒരു വ്യക്തിത്വം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസാദൃശ്യത്തിന്റെ കണിക പോലും അവരിൽ ഇല്ല. യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നത് വേദപുസ്തകത്തിൽ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യക ഗർഭിണിയാണെന്നറിഞ്ഞ് അവൻ നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരാതിരിപ്പാൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു എന്നാണ് പറയുന്നത്. എത്രമാത്രം അദ്ദേഹം ശ്രേഷ്ഠനും വിശുദ്ധനുമായിരുന്നു, എത്രമാത്രം ധാർമ്മിക ബോധം സൂക്ഷിച്ചവനായിരുന്നു, എത്രമാത്രം സഹജീവിയോട് അനുകമ്പയും കരുതലും കരുണയുമുള്ളവനായിരുന്നു. അതുകൊണ്ടാണല്ലോ വിശുദ്ധ മറിയമിനെ രഹസ്യമായി ഉപേക്ഷിക്കാൻ അദ്ദേഹം ഭാവിച്ചത്. അദ്ദേഹം നീതിമാനായിരുന്നുകൊണ്ട് വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന് സ്വയം വിശുദ്ധരെന്നും മഹാപണ്ഡിതരെന്നും ശ്രേഷ്ഠരെന്നും ഒക്കെ അവകാശപ്പെടുന്ന ആത്മീകരെന്ന് ധരിക്കുന്നവർ അല്ലെങ്കിൽ നടിക്കുന്നവർ മറ്റനേകം പേരെ കൊല വിളിക്കുന്ന കശാപ്പുകാരെ പോലെ തരം താഴുകയാണ്. അവരെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവസാദൃശ്യമുള്ളവരാകുന്നത്? ആത്മീയരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി തന്നെ ഇന്ന് മീഡിയകളിലൂടെ പരസ്പരം കരിവാരി തേക്കുകയും ചെളിവാരി എറിയുകയുമാണെങ്കിൽ നമ്മൾ ഇനിയും അത് പുനഃപരിശോധിക്കേണ്ടതാണ്. ദൈവസാദൃശ്യം നമ്മളുണ്ടെങ്കിൽ ആരെയും മുറിവേൽപ്പിക്കാൻ നമുക്കാകില്ല. സ്നേഹിക്കുക, അതാണ് ദൈവസാദൃശ്യത്തിന്റെ അടയാളം. ഒരു വ്യക്തി ദൈവസാദൃശ്യത്തിലാണ് ഉള്ളത് എങ്കിൽ, ആ വ്യക്തിയിൽ ഇപ്പോഴും ദൈവസാദൃശ്യം ഉണ്ടെങ്കിൽ സഹജീവിയെ ഒരർത്ഥത്തിലും മുറിവേൽപ്പിക്കാനോ വെല്ലുവിളിക്കാനോ കഴിയില്ല. നമ്മളെ പരിശോധിക്കണം. അതാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അതാണ് ദൈവസാദൃശ്യത്തിന്റെ 2ാമത്തെ ഘട്ടം. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, അവയിൽ വലുതോ സ്നേഹം തന്നെ. വിശ്വാസവും പ്രത്യാശയും വലുതാണ്, അതിൽ വലുതാണ് സ്നേഹം. ആ അധ്യായം മുഴുവൻ സ്നേഹത്തിന്റെ അധ്യായമാണ്. സ്നേഹത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അവിടെ. വീണ്ടും ദൈവസാദൃശ്യത്തിന്റെ 3ാമത്തെ അടയാളമായി പറയാവുന്നത് ദൈവം വിവേകവും വിവേചന ശക്തിയും ഉള്ളവനാണ്. ദൈവത്തിന്റെ വിവേകവും വിവേചന ശക്തിയും എന്ന സാദൃശ്യം അതുപോലെ ദൈവം മനുഷ്യന് നൽകി. ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കും അത് നൽകിയിട്ടില്ല. വിവേകമുള്ള മറ്റേത് സൃഷ്ടിയാണുള്ളത്? വിവേചന ശക്തിയുള്ള മറ്റേത് സൃഷ്ടിയാണുള്ളത്? ഇല്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അറിയും, അപ്പോൾ തന്നെ അവ മറക്കും. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. വിവേകവുമുണ്ട്, വിവേചന ശക്തിയുമുണ്ട്. ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെ പങ്കുചേർത്തിട്ടുണ്ട്. അതിപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ലാത്തൊരു മേഖലയാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവം മനുഷ്യനെ പങ്കുചേർത്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കും, ഏറ്റവും അവസാനത്തെ സൃഷ്ടി മനുഷ്യനല്ലേ, പിന്നെ എങ്ങനെയാണ് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ പങ്കുചേരുന്നത്? ചേർത്തിട്ടുണ്ട്. എവിടെയാണെന്നറിയാം? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ദൈവം അതുവരെ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്കൊന്നും ദൈവം പേര് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ പേര് വ്യക്തിത്വത്തെ കുറിക്കുന്നതാണ്. എന്താണോ പേര്, അതാണ് വ്യക്തിത്വം. എന്ന് വെച്ചാൽ പേര് വിളിക്കുക എന്ന് വെച്ചാൽ വ്യക്തിത്വം കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുവരെ താൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങൾക്കും പേര് കൊടുക്കാൻ അഥവാ അവയ്ക്ക് വ്യക്തിത്വം കൊടുക്കുവാൻ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു. മനുഷ്യൻ ഓരോ ജീവിയെയും കണ്ട് വിവേചിക്കാനും വിവേകത്തോടെ അവയ്ക്ക് വ്യക്തിത്വം നൽകുവാനും കഴിയുന്ന
ഒരു വ്യക്തിയാണെന്ന്, തൻ്റെ സാദൃശ്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവം തൻ്റെ സൃഷ്ടിക്ക് വ്യക്തിത്വം കൊടുക്കുവാൻ ഓരോ സൃഷ്ടിയെയും വരി വരിയായി മനുഷ്യന് മുമ്പിലൂടെ കടത്തിവിട്ടത്. തൻ്റെ മുമ്പിലൂടെ കടന്നുപോയ ഓരോ ജീവിയെയും മനുഷ്യൻ വിലയിരുത്തി. അവയ്ക്ക് മനുഷ്യൻ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പേര് വിളിച്ചു. അവയുടെ പേരായി, അവയുടെ വ്യക്തിത്വമായി. സിംഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ മൃഗത്തിൻ്റെ സകല ശൂരതയും അതിൻ്റെ എല്ലാ സ്വഭാവവിശേഷതകളും. അതുപോലെ തന്നെ കടുവ, പാമ്പ്, പൂച്ച, എല്ലാ ചെറുതും വലുതുമായ ജീവികളുടെ പേര് കേൾക്കുമ്പോൾ ആ ജീവിയുടെ സ്വഭാവം ആ പേരിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും വ്യക്തിത്വം കൊടുത്തത് മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ദൈവസൃഷ്ടിയിലുള്ള പങ്കുചേരലാണത്. അതിന് മനുഷ്യന് കഴിവുണ്ടെന്ന ദൈവത്തിന്റെ പരിജ്ഞാനമാണ്. തൻ്റെ സ്വരൂപവും തൻ്റെ സാദൃശ്യവുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വിവേകവും വിവേചന ശക്തിയും ഉണ്ട് എന്ന ദൈവത്തിന്റെ ബോധ്യമാണ് ഇപ്രകാരം തൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് വ്യക്തിത്വം കൽപ്പിച്ചു കൊടുക്കാൻ ദൈവം മനുഷ്യനെ ചുമതലപ്പെടുത്താനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഇന്നും വിവേകവും വിവേചന ശക്തിയുമുള്ളവരായിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയേണ്ട സമയത്ത് തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയാനും വിലയിരുത്തേണ്ടതുപോലെ വിലയിരുത്താനും ദൂരെ നിർത്തേണ്ടവരെ ദൂരെ നിർത്താനും ചാര നിർത്തേണ്ടവരെ ചാര നിർത്താനും ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താനും അകലമിടേണ്ടവരോട് അകലമിടാനും അകന്നിരിക്കേണ്ടിടത്തു നിന്ന് അകന്നിരിക്കാനും അടുത്ത് ചെല്ലേണ്ടിടത്തേക്ക് അടുത്ത് ചെല്ലാനുമുള്ള വിവേകവും വിവേചന ശക്തിയും ഒക്കെ നമ്മൾ പുലർത്തുന്നുണ്ടെങ്കിൽ ഉറപ്പ് നമുക്ക് ദൈവസാദൃശ്യമുണ്ട്. നാം ഇപ്പോൾ ദൈവസാദൃശ്യത്തിലാണ്. എന്നാൽ ഇത് ഇപ്പോൾ നമ്മിൽ ഇല്ലെങ്കിൽ, നാം ഇവിടെയെല്ലാം വീഴ്ച സംഭവിക്കുന്നവരാണെങ്കിൽ, നമുക്ക് തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, വിവേചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വിലയിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, അകന്നു മാറേണ്ടിടത്ത് നിന്ന് അകന്നു മാറാൻ കഴിയുന്നില്ലെങ്കിൽ, അടുത്ത് ചെല്ലേണ്ടിടത്തേക്ക് അടുത്ത് ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ, നാം നിരന്തരം പിഴവുകൾ മാത്രം സംഭവിക്കുന്നവരാണെങ്കിൽ ദൈവസാദൃശ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയോ അത് നമ്മിൽ ദുർബലപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ഇതൊരു നല്ല സന്ദർഭമാണ്. വീണ്ടും നാലാമത് ദൈവസാദൃശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ രൂപപ്രകൃതി ദൈവം മനുഷ്യന് നൽകി ശരീരപ്രകൃതിയായി. ദൈവത്തിൻ്റെ രൂപപ്രകൃതി മനുഷ്യന് ദൈവം ശരീരപ്രകൃതിയായിട്ട് നൽകി. ദൈവത്തിന് രൂപമുണ്ടോ? ദൈവം അരൂപിയാണെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ദൈവത്തിന് രൂപമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന് രൂപമുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ രൂപം ആണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപമാണ് മനുഷ്യൻ നൽകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അത് മനുഷ്യൻ്റെ രൂപമാണ് എന്ന് നാം ദൈവത്തെ ദർശിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തണം. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ആത്മീയ ചിന്തകൻ പറഞ്ഞത്, പിന്നീട് താൻ ധരിപ്പാനിരിക്കുന്ന ശാരീരിക രൂപമാണ് അന്ന് ദൈവം മനുഷ്യന് കൊടുത്ത സ്വരൂപമായി തീർന്നത് എന്നാണ്. മനുഷ്യാവതാരമെടുത്ത ദൈവം. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞേക്കാം. കുസൃതി ചോദ്യങ്ങളും കുടുക്കു ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. സൃഷ്ടിക്കുമ്പോഴേ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം മനുഷ്യാവതാരം എടുക്കേണ്ടി വരുമെന്നൊക്കെ ദൈവത്തിന് അറിയാമോ എന്നൊക്കെ ചോദിച്ചേക്കാം. കുടുക്കു ചോദ്യങ്ങൾക്ക് അവസരം തേടുന്നവർക്ക് ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സന്ദർഭമാണ്. പക്ഷേ ഒരു സങ്കീർണമായ ചർച്ചയ്ക്കല്ല ഇവിടെ മുതിരുന്നത്. അത് ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. മനുഷ്യന് ദൈവം കൊടുത്തത് തൻ്റെ സ്വരൂപമാണ് എന്ന് തിരിച്ചറിയുക. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ മനുഷ്യരൂപത്തിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട മനോഹരമായ ഒരു രംഗമുണ്ട്. വെയിലുറച്ചപ്പോൾ അബ്രഹാം തൻ്റെ കൂടാരവാതിക്കലിരിക്കുകയായിരുന്നു, നട്ടുച്ച നേരത്താ. അപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ കൂടാരത്തിന് മുമ്പിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടു. വളരെ അതിഥി സൽക്കാരപ്രിയനായ അബ്രഹാം എഴുന്നേറ്റ് ഓടിച്ചെന്ന് നിലത്തോളം കുനിഞ്ഞവരെ എതിരേറ്റ് തൻ്റെ വീട്ടിൽ അവർ സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ 3 പേർ 18-ാം അധ്യായത്തിലെ സാക്ഷ്യം അനുസരിച്ച് ദൈവവും 2 ദൂതന്മാരുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ വിശുദ്ധ പിതാക്കന്മാർ അതേക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് അത് ത്രിയേക ദൈവമായിരുന്നു, പിതൃ പുത്ര പരിശുദ്ധാത്മാവാ ദൈവമായിരുന്നു എന്നാണ്. അപ്പോൾ അബ്രഹാം അവരെ ദർശിച്ചത് മനുഷ്യ രൂപത്തിലാണ്. അവിടെ വെച്ച് അബ്രഹാമിന് ദൈവം ഒരു വലിയ അനുഗ്രഹം കൊടുത്തു പോയതാണ് നമുക്കറിയാം. അടുത്ത ആണ്ടിൽ ഈ ദിവസമാകുമ്പോൾ സാറായുടെ മടിയിൽ ഒരു പൈതലുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവം ആ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് ഈ രൂപത്തിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപമാണ് മനുഷ്യൻ നൽകപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയണം. കർത്താവായ യേശുക്രിസ്തു ഈ ശരീരത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ആ ശരീരത്തിലാണ് അവൻ 33.5 കൊല്ലം ലോകത്ത് ജീവിച്ചത്. സാക്ഷാൽ ദൈവമാണ്. ആ ശരീരത്തിലാണ് അവൻ കഷ്ടമനുഭവിച്ചത്. ആ ശരീരത്തോടു കൂടിയാണ് അവൻ കുരിശേറ്റപ്പെട്ടത്. ആ ശരീരമാണ് കബറടക്കപ്പെട്ടത്. ആ
ആ ശരീരത്തോടു കൂടിയാണ് അവൻ ഉത്ഥാനം ചെയ്തത്. ഉത്ഥാനം ചെയ്തപ്പോൾ അതിൻ്റെ അവസ്ഥ മാറിയിരുന്നു. പദാർത്ഥമയമായിരുന്നില്ല, തേജസ്കരിക്കപ്പെട്ടിരുന്നു. ആ ശരീരത്തോടു കൂടിയാണ് അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആ ശരീരത്തോടു കൂടിയാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്. അതേ ശരീരത്തോടു കൂടിയാണ് മഹാ തേജസ്സിൽ തേജസ്കരിക്കപ്പെട്ട മശിഹ വീണ്ടും വരുന്നത്. അവൻ വീണ്ടും വരുന്ന നാളിൽ നമുക്കെന്താണ് സംഭവിക്കുക? അത് സംബന്ധിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. വീണ്ടും പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, താൻ ഇരിക്കും പോലെ തന്നെ എന്ന് വെച്ചാൽ അവന്റെ സകല പ്രതാപത്തോടും ശ്രേഷ്ഠതയോടും കൂടെ കാണുന്നതാകൊണ്ട് നൊടി നേരത്തിനുള്ളിൽ കണ്ണുമയ്ക്കൊണ്ട് നാം അവന് തുല്യരായിത്തീരുമെന്ന്, നാം അവന് സമന്മാരായിത്തീരുമെന്ന് നാം അറിയുന്നു. നാം അതാണ് ആയിത്തീരാൻ പോകുന്ന അവസ്ഥ. തേജസ്കരിക്കപ്പെട്ട കർത്താവ് രാജാതിരാജനായി തന്റെ സർവ്വ പ്രതാപത്തോടും കൂടി എഴുന്നള്ളി വരുമ്പോൾ അവൻ ദർശിക്കുന്നവർ നൊടി നേരത്തിൽ അവനോട് തുല്യരായിത്തീരും. ഹല്ലേലൂയ! എത്ര ശ്രേഷ്ഠമായ ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത്. മഹത്വീകരണത്തിന്റെ, തേജസ്കരണത്തിന്റെ നാൾ. അപ്പോൾ മനുഷ്യൻ രൂപാന്തരപ്പെട്ട് മറ്റൊരവസ്ഥയിലാകുമെന്നല്ല, ഈ ആകാര രൂപത്തിൽ നിൽക്കുന്ന കർത്താവിന് തുല്യരായിത്തീരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രൂപപ്പെടേണ്ടവരാണ് ഞാനും നിങ്ങൾ. രൂപാന്തരപ്പെടേണ്ടവരാണ് ഞാനും നിങ്ങൾ. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞതിൻ്റെ ആഴം എത്ര വലുതാണ്. ദൈവത്തിൻ്റെ ധാർമ്മിക സാദൃശ്യം, ദൈവത്തിൻ്റെ സ്നേഹ സാദൃശ്യം, ദൈവത്തിൻ്റെ വിവേകവും വിവേചന ശക്തിയുമാകുന്ന സാദൃശ്യം, ദൈവത്തിൻ്റെ രൂപസാദൃശ്യം. മനുഷ്യ, നീ എത്ര ശ്രേഷ്ഠനാണെന്ന് നിനക്കറിയാമോ? നിന്റെ നിലയും വിലയും പദവിയും എത്ര ഉന്നതമാണെന്ന് നിനക്കറിയാമോ? ഇതിനെ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ, പാപികളുടെ കൂട്ടത്തിൽ, പിശാചുക്കളുടെ കൂട്ടത്തിൽ അധപ്പതനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പാടില്ല. നാം നമ്മുടെ നിലയും വിലയും നഷ്ടപ്പെടുത്തരുത്. കരുതലുള്ളവരായിട്ടിരിക്കണം. ഈ നിലകളിലെല്ലാമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നിരിക്കുമ്പോൾ ഇത് മനുഷ്യന് ഈ അവസ്ഥയിൽ, ഈ ദൈവ സാദൃശ്യത്തിൽ തകരാറ് സംഭവിച്ചു. എപ്പോഴാ? പാപം ചെയ്തപ്പോൾ. പാപം ചെയ്യുന്നത് വരെ ദൈവസാദൃശ്യത്തിന് ഒരു തകരാറ് സംഭവിച്ചില്ല. പാപം ചെയ്ത നിമിഷത്തിൽ മനുഷ്യന് ദൈവസാദൃശ്യം നഷ്ടപ്പെടുകയാണ്. അതിന് തകരാറ് സംഭവിക്കുകയാണ്, ക്ഷതം സംഭവിക്കുകയാണ്. ഒന്നാമത് അവരുടെ ധാർമ്മികതയും അവരുടെ വിശുദ്ധിയും അവർക്ക് നഷ്ടപ്പെട്ടു. പാപം ചെയ്ത മനുഷ്യന് ധാർമ്മികതയും വിശുദ്ധിയും നീതിബോധവും നഷ്ടപ്പെട്ടു. അന്നുവരെ അവർക്കിടയിൽ നീതിപൂർവകമായ ബന്ധമായിരുന്നു, പിന്നീട് അത് അനീതിയുടെ ബന്ധമായി. മനുഷ്യജാലത്തിൽ ഇപ്പോൾ പരിശോധിച്ചാൽ അറിയാം. അന്നുവരെ അവർ വിശുദ്ധിയുടെ നിറവോടങ്ങളായിരുന്നു, പിന്നീട് അവർ അശുദ്ധിയുടെ വിളനിലങ്ങളായി മാറി. പരസ്പരം വിശ്വാസമില്ലാത്തവരും, പരസ്പരം കരുണയില്ലാത്തവരും, പരസ്പരം കരുതാത്തവരും, പരസ്പരം വെല്ലുവിളിക്കുന്നവരും, പരസ്പരം വേട്ടയാടുന്നവരും, പരസ്പരം കുതികാൽ പെട്ടുന്നവരും, പരസ്പരം ചതിക്കുന്നവരുമായി മനുഷ്യൻ മാറിയത് പാപത്തിന് പിടിയിലമർന്നപ്പോഴാണ്. ദൈവസാദൃശ്യത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ആകാൻ കഴിയില്ല. ദൈവസാദൃശ്യം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ കുഴപ്പക്കാരനാകുന്നത്. ഏതെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും അളവിൽ കുഴപ്പക്കാരനാണെങ്കിൽ, കുഴപ്പക്കാരിയാണെങ്കിൽ അവർക്ക് ദൈവസാദൃശ്യം നഷ്ടപ്പെട്ടവർ തകർന്നു പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന് സ്നേഹം നഷ്ടപ്പെട്ടു. സഹജീവിയെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനായി. ആദമിന് ഹവ്വയെ വേണ്ടവണ്ണം സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഹവ്വയ്ക്ക് ആദമിനെയും വേണ്ടവണ്ണം സ്നേഹിക്കാൻ കഴിയുന്നില്ല. തലമുറകളിലൂടെ അത് പടരുകയാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്നേഹമെന്ന ധാർമ്മിക മൂല്യം, സ്നേഹമെന്ന ദൈവസാദൃശ്യം ഉതിർന്നു പോയതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും നമ്മളെ ഇപ്പോൾ വിലയിരുത്തണം. നമുക്ക് നമ്മുടെ സഹജീവിയുമായി, നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം, അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പരിശുദ്ധിയുടെ സ്നേഹപൂർണതയുടെ ബന്ധമാണോ, അതോ ഏതെങ്കിലും വിധത്തിലുള്ള വെല്ലുവിളിയുടെയും ഏതെങ്കിലും വിധത്തിലുള്ളതായ ദുഷ്ടതയുടെയും അതുപോലെ തന്നെ ചൂഷണത്തിൻ്റെയും ഒക്കെ ബന്ധമാണ്? അങ്ങനെയാണെങ്കിൽ ദൈവസാദൃശ്യം നമ്മളില്ല. പാപം ചെയ്തപ്പോൾ മൂന്നാമത് മനുഷ്യൻ്റെ വിവേകവും വിവേചന ശക്തിയും അവന് നഷ്ടപ്പെട്ടു. ആ സ്ഥാനത്ത് അവന് പാപത്തോടുള്ള ആസക്തിയും വിധേയത്വവും വന്ന് ഭവിച്ചു. വിവേകവും വിവേചന ശക്തിയും എന്ന ദൈവിക സാദൃശ്യമുള്ള ഒരു മനുഷ്യന് പാപത്തോട് വിധേയത്വവും അതിനടിയറ വയ്ക്കുന്ന ഒരു ധാർമ്മിക തകർച്ചയും ഉണ്ടാകില്ല. ഒരു പാപത്തോട് അതൊരു മനുഷ്യനെ ഭരിക്കുന്നുവെങ്കിൽ ഉറപ്പ് നിശ്ചയം ആ മനുഷ്യന് ദൈവസന്നിധിയിലുള്ളതായ സാദൃശ്യമാകുന്ന
വിവേചന ശക്തിയും വിവേകവും നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. നമ്മളൊക്കെ വളരെ യോഗ്യതയുള്ളവരെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന ദൈവമക്കളാണ്, ക്രിസ്ത്യാനികളാണ്. എത്രത്തോളം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വയം ഒന്ന് പരിശോധിക്കട്ടെ. എത്ര പേർക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിപ്പാൻ, വിവേചിച്ച് നോക്കിയിട്ട് തെറ്റും ശരിയും വിവേചിച്ച് തെറ്റിനെ ഉപേക്ഷിപ്പാനും ശരിയെ സ്വീകരിപ്പാനും കഴിയുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്, ആലയത്തിൽ പോകുന്നുണ്ട്, കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പറ്റുന്ന വിധത്തിലൊക്കെ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ ധാർമ്മികത എത്ര? രഹസ്യമായി മദ്യപിക്കുന്നവർ, അത് പതിവായി ചെയ്യുന്നവർ, സഹപ്രവർത്തകർക്ക് നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവർ, മറ്റൊരാളുടെ അവസരം മനഃപൂർവ്വം തട്ടിത്തെറിപ്പിക്കുന്നവർ, നിരന്തരം കലഹമുണ്ടാക്കുന്നവർ, പ്രിയപ്പെട്ടവരെ അകാരണമായി വേട്ടയാടുന്നവർ, വേദനിപ്പിക്കുന്നവർ, സ്വന്തം സഹോദരന്റെ സ്വത്ത് തട്ടിപ്പറിക്കുന്നവർ, അല്ലെങ്കിൽ തനിക്ക് പങ്കിടാൻ കഴിയുമായിരുന്നിട്ടും അർഹതപ്പെട്ടവർക്ക് പങ്കിടാത്തവർ, ഇവരൊക്കെ ദൈവസാദൃശ്യത്തിൽ ഇരിക്കുന്നവരാണെന്ന് എങ്ങനെയാണ് വിലയിരുത്താനാവുക? അവിടെ സ്നേഹമില്ലാത്തവരും വിവേചന ശക്തിയില്ലാത്തവരും വിവേകമില്ലാത്തവരും ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവരുമായി മനുഷ്യൻ മാറുകയല്ലേ? ദൈവമക്കളെ, ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറണം, അത് മാറ്റണം. നാലാമത്, പാപം ചെയ്ത മനുഷ്യന് സ്വന്തം ശരീരത്തിൻ്റെ വിലയും നിലയും അറിയാത്ത വ്യക്തിയായി മാറുകയാണ്. പാപം ചെയ്തൊരു മനുഷ്യന് സ്വന്തം ശരീരത്തിൻ്റെ നിലയും വിലയും പിന്നെ മനസ്സിലാകുന്നില്ല. അവർ സ്വന്തം ശരീരത്തെ തകർക്കാൻ അവർക്ക് മടിയില്ല. അവർ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ശരീരം എത്ര വിലപ്പെട്ടതാണെന്നറിയാമോ? ദൈവസാദൃശ്യമാണ്. പുതിയ നിയമസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശം പ്രാപിച്ച് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ അംഗമായി തീർന്ന് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നവരാണ് നമ്മൾ. അത് വളരെ പരിപാവനമായി വിശുദ്ധമായി സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അത് തിന്മയ്ക്കും പാപത്തിനും വിട്ടുകൊടുക്കേണ്ടതല്ല. അത് അശുദ്ധിക്കും അധർമ്മത്തിനും വിട്ടുകൊടുക്കേണ്ടതല്ല. അത് മനുഷ്യൻ അങ്ങനെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ മനുഷ്യൻ്റെ ജീവിതം ധാർമ്മികമായി തകർന്നു, ദൈവസാദൃശ്യം നഷ്ടപ്പെട്ടു. ഈ ശരീരം വിലമതിക്കത്തക്കതല്ലെന്നാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് പലരും പഠിപ്പിക്കുന്നത്. എന്നാൽ ആ കാഴ്ചപ്പാട് തെറ്റാ. ആത്മാവിന് മാത്രമേ വില കൽപ്പിക്കേണ്ടതുള്ളൂ, ആത്മരക്ഷയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ എന്നൊക്കെ മനുഷ്യൻ അബദ്ധമായി പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവരുമല്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ തൃത്വസ്വരൂപിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ത്രിയേക ദൈവത്തിൻ്റെ സ്വരൂപമാണ് മനുഷ്യൻ എന്നത് അവിടെ വ്യക്തത കൈവരികയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ത്രിയേക ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് തൃത്വസ്വരൂപിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം അഥവാ ശരീരം. ഈ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല. മനുഷ്യന്റെ ഒരു ചിന്ത മണ്ണോട് ചേർന്ന് ഇല്ലാതെയായി തീരുന്നതാണ് ഈ ശരീരം. പിന്നെ ഈ ശരീരത്തിന് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ വാസത്തിന് മാത്രമാണ് ഈ ശരീരം ഉപയോഗപ്പെടുന്നത്. ശരീരത്തിന് അത്രേ വില കൽപ്പിക്കേണ്ടതുള്ളൂ. തെറ്റ്. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ സാധാരണ നമ്മൾ മൃതദേഹം സംസ്കരിച്ച് സൂക്ഷിക്കുന്നത് പള്ളിയോടനുബന്ധമായി പള്ളിയോളം പരിപാവനമായ സെമിത്തേരികളിലാണ്. അവിടെ അത് സംസ്കരിച്ച് സൂക്ഷിക്കുകയാണ്, ഉപേക്ഷിക്കുകയല്ല. ഒരു മൃതശരീരത്തിന് മുകളിൽ മണ്ണ് വീഴ്ത്തുന്ന സമയത്ത് അവസാനം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത തിരുവചനം കർത്താവെ ഈ നിന്റെ ദാസനിൽ ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് മണ്ണ് നിക്ഷേപിക്കുന്നത്. തൃത്വനാമത്തിലാണ് മണ്ണ് നിക്ഷേപിക്കുന്നത്. എന്താ പറഞ്ഞത്? നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. അവിടെ തീർന്നില്ല, പ്രാർത്ഥന തുടരുകയാണ്. വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും. ഈ ശരീരം പുനരുദ്ധാനം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ആ ശരീരം ഉപേക്ഷിക്കപ്പെട്ടുകൂടാ. ആ ശരീരം സംസ്കരിച്ച് സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് സെമിത്തേരികൾ ഉണ്ടായത് ക്രിസ്ത്യൻ ദൈവാലയങ്ങളിൽ. അവിടെ ദൈവാലയത്തോട് അനുബന്ധമായി അത് സൂക്ഷിക്കപ്പെടുകയാണ്. ഈ ശരീരം പുനരുദ്ധാനം ചെയ്യാനുള്ളതാണ്. തേജസ്കരിക്കപ്പെട്ട് വേർപെട്ടു പോയ ആത്മാവ് ഈ ശരീരത്തിൽ പുനഃസന്നിവേശിച്ച് കർത്താവിനെ എതിരേൽക്കാനുള്ളതാണ്. അതുകൊണ്ട് ശരീരം ഉപേക്ഷിക്കപ്പെടരുത്. ശരീരം കരുതപ്പെടേണ്ടതാണ്.
പ്രിയപ്പെട്ടവരെ, ദേഹത്തിന് വീണ്ടെടുപ്പുണ്ട്. അതുകൊണ്ട് ദേഹത്തെ പരിപാവനമായി കരുതിക്കൊള്ളണം. മണ്ണോട് ചേർന്ന് തീരേണ്ടതല്ല, പുനരായി നവീകരിക്കപ്പെട്ട് എഴുന്നേൽക്കേണ്ടതാണ് ശരീരം. ഇനി ദേഹി മനസ്സ് അല്ലെങ്കിൽ ഇച്ഛ അല്ലെങ്കിൽ വികാരങ്ങൾ എന്നതേക്കുറിച്ച് പറയാം. ഇതാണ് രണ്ടാമത്തെ ഘടകം. ഇത് ഇപ്പോൾ നമ്മിലുണ്ട്. മരണാനന്തരം ദേഹിക്ക് എന്ത് സംഭവിക്കുന്നു? അതിന് ആത്മീയ പിതാക്കന്മാർ തന്ന വ്യാഖ്യാനം ഇതാണ്: മരണാനന്തരം ദേഹി അഥവാ മനസ്സ്, ഇച്ഛ, വികാരങ്ങൾ ആത്മാവോട് കൂടെ ആയിരിക്കുന്നു. ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുമ്പോൾ ശരീരം തനിച്ചാകുന്നു, അത് മൃതദേഹമായി സംസ്കരിക്കപ്പെടുന്നു. മനസ്സും ആത്മാവും ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവ് ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നമ്മുടെ മനസ്സും കൂടെയുണ്ട്. മനസ്സിന് വിവേചിക്കാനും വിവേകത്തോടെ ചിന്തിക്കാനും തപിക്കാനും വേദനിക്കാനും ഒക്കെ കഴിയും എന്ന് നമുക്കറിയാം. ആഹ്ലാദിക്കാനും ഒക്കെ കഴിയും. ഇതൊക്കെ ഈ ആത്മാവോട് കൂടെ മനസ്സുള്ളതുകൊണ്ട് പിന്നീടും സാധ്യമാണ്. ആത്മാവ് ദൈവം നമ്മുടെ മൂക്കിൽ ഊതിയ ജീവശ്വാസമാണ്. അതിനൊരിക്കലും നാശമില്ല. ആത്മാവ് വേർപെട്ട് കർത്താവാക്കി വെച്ചെടുത്തിരിക്കുകയാണ്. ഒരിക്കലും നാശമില്ല. കർത്താവിൻ്റെ മഹത്വ പ്രതീക്ഷതയിൽ ഈ ആത്മാവിന് വീണ്ടെടുപ്പുണ്ട്. തൃത്വസ്വരൂപിയായ മനുഷ്യൻ വീണ്ടും തൃത്വസ്വരൂപിയായി ദേഹം ദേഹി ആത്മാവുള്ളവനായി ദൈവത്തെ എതിരേൽക്കും. അതാണ് പുനരുത്ഥാനത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപം എന്ന നിലയിൽ എല്ലാ അർത്ഥതലങ്ങളിലും തൻ്റെ ദേഹം ദേഹി ആത്മാവ് 3 തലങ്ങളെയും പരിപൂർണ വിശുദ്ധിയെ സൂക്ഷിച്ച് കർത്താവിൻ്റെ മഹത്വ പ്രതീക്ഷതയ്ക്കായിട്ട് തന്നെ ഒരുക്കുകയും കാത്തിരിക്കുകയും ചെയ്യേണ്ടതാണ്. വീണ്ടെടുപ്പ് ദൈവപദ്ധതിപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം സാധ്യമാകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട എന്ന് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും നനച്ചു വെച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതോടുകൂടി എല്ലാം തീർന്നു, ഇനി രക്ഷാ അനുഭവത്തിൽ വേറെ ഒന്നും ലഭിക്കാനില്ല എന്ന ആ കാഴ്ചപ്പാട് തെറ്റാണ്. രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടു. രക്ഷയുടെ അനുഭവത്തിൽ വളരുകയാണ് നമ്മൾ. രക്ഷയുടെ അനുഭവത്തിൽ വളർന്ന് നമ്മൾ രക്ഷാപൂർണതയിലെത്തും. അതാണ് രക്ഷയുടെ യഥാർത്ഥ വഴി. രക്ഷിക്കപ്പെട്ടു, രക്ഷാപദ്ധതിക്കുള്ളിൽ വളരുന്നു, രക്ഷയുടെ പരിപൂർണതയിലെത്തും. ഇത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വലിമയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളാരും പൂർണ്ണതപ്പെട്ടിട്ടുള്ളവരല്ല, പൂർണ്ണതയിലേക്ക് വളരുന്നവരാണ്. അതുകൊണ്ട് രക്ഷാപദ്ധതിക്കുള്ളിൽ വളരണം. ഈ വിധത്തിൽ വളർന്ന് അതിൻ്റെ പൂർണ്ണതയിലെത്താൻ ദൈവ സാദൃശ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടെ നാം കരുതേണ്ട ഒരു സംഗതിയാണ് ദൈവ സാദൃശ്യം നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കരുതലുള്ളവരായിരിക്കുക. 4 വിധത്തിൽ ദൈവ സ്വരൂപത്തെ സൂക്ഷിച്ചു കൊള്ളണം. വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്നിലുള്ള ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവസ്വരൂപം നഷ്ടപ്പെടരുത്. ദൈവത്തിൻ്റെ ധാർമ്മിക സാദൃശ്യം പാപമൂലം നഷ്ടപ്പെടുത്തരുത്. നീതിയും വിശുദ്ധിയും കൈവിട്ട് കളയരുത്. ദൈവത്തിൻ്റെ സ്നേഹസ്വരൂപം നഷ്ടപ്പെടുത്തി കളയരുത്. പാപമൂലം ദൂഷണവും വക്രതയും ചതിയും വഞ്ചനയും ഉള്ളവരായിട്ടല്ല, ദൈവത്തോടും സഹജീവിയോടും ആഴമേറിയ സ്നേഹമുള്ളവരായി ജീവിക്കണം. ദൈവത്തിൻ്റെ വിവേകവും വിവേചന ശക്തിയും എന്ന സാദൃശ്യം നൽകപ്പെട്ട മനുഷ്യൻ വിവേകവും വിവേചന ശക്തിയും നഷ്ടപ്പെട്ട് ധാർമ്മിക അധപ്പതനത്തിന് ഇടയാകരുത്. പാപത്തിന് ജീവിതം പണയപ്പെടുത്തരുത്. പാപത്തിന് അടിമപ്പെട്ടാൽ ആ സാദൃശ്യം നഷ്ടപ്പെടും. ഒടുവിലായി ദൈവത്തിൻ്റെ രൂപസാദൃശ്യം നൽകപ്പെട്ട മനുഷ്യൻ അതിന് വീണ്ടെടുപ്പുണ്ട് എന്ന് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തെ മുഴുവൻ ദേഹവും ദേഹിയും ആത്മാവും വിശുദ്ധിയിൽ കരുതി സൂക്ഷിപ്പാൻ കടപ്പെട്ടവരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അബ്ബാ ന്യൂസിൻ്റെ എല്ലാ ചുമതലക്കാർക്കും ഹൃദ്യമായി ആശംസകൾ അർപ്പിക്കുന്നു. ഇന്ന് ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. ഇത് നമ്മുടെ വിശുദ്ധീകരണത്തിനും നമ്മുടെ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയ്ക്കും ഉതകുമാറാകട്ടെ. നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പാദപീഠത്തിൽ ഞങ്ങളെ വിളിച്ചിരുത്തി ഇന്ന് ഞങ്ങളോട് നീ മധുരമായി സംസാരിച്ചു. മനുഷ്യൻ എത്രത്തോളം വിശേഷതയുള്ള സൃഷ്ടിയാണെന്നും മനുഷ്യൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണെന്നും നീ ഇന്ന് ഞങ്ങളെ കാര്യകാരണ സഹിതം പഠിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ സാദൃശ്യമാണെന്നും ദൈവത്തിൻ്റെ സ്വരൂപമാണെന്നും അത് എത്രമാത്രം ശ്രേഷ്ഠമാണെന്നും
അതിന് വീഴ്ച വരാതെ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ഞങ്ങൾ നീ ബോധ്യപ്പെടുത്തിയല്ലോ. ഇന്ന് കേട്ട ദൂത് ഞങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുവാനും പരിശോധിക്കുവാനും തെറ്റുണ്ടെങ്കിൽ തിരുത്തുവാനും ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഇടവരുത്തുമാറാകണമേ. ഞങ്ങൾ പൂർണ്ണവിശുദ്ധിയോടെ ദൈവസാദൃശ്യം കർത്താവിൻ്റെ മഹത്വ പ്രതീക്ഷയ്ക്കായി ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നവരും അവിടുത്തെ എഴുന്നള്ളത്തിൽ അവിടുത്തെ തേജസ്സിൽ അവിടത്തോട് ചേരുവാൻ ഭാഗ്യമുള്ളവരുമായി തീരുവാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമേ. വിനയപൂർവ്വം താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഇതുമായി ചുമതലപ്പെട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഉദ്ദീപിപ്പിച്ച സ്നേഹത്തോടെ കാര്യങ്ങൾ ക്രമീകരിച്ച പ്രിയപ്പെട്ട സഹോദരനോടും മറ്റെല്ലാവരോടും സ്നേഹപൂർവ്വം ദൈവമേ തിരുസന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരുനാമത്തിന് മഹത്വവും സ്തോത്രവും കരയറ്റി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ച് എല്ലാ മഹത്വവും തിരുമേനിക്ക് സമർപ്പിച്ച് ഈ ശുശ്രൂഷ പൂർത്തിയാക്കുമ്പോൾ അവിടുന്ന് വാഴ്ത്തുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.